പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇനി അനന്തപുരിയിലെ മൂർത്തി ജ്വല്ലറിയുടെ അടുത്ത എംഡി ആദർശ് തന്നെയായിരിക്കുമെന്ന വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് മുത്തശ്ശൻ. ആ സമയത്തിനെ മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. മുത്തശ്ശന്റെ ഗാംഭീര്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കാൻ അപ്പോൾ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഹൃദയമിടിപ്പ് ആ നിശബ്ദതയിൽ അങ്ങ് വ്യക്തമായി കേൾക്കാമായിരുന്നു. ആദർശ് നയനയും തിരികെ വന്നതിന്റെ ആഘാതത്തിൽ നിന്നും പലരും മുക്തരായിട്ടില്ല. അപ്പോഴാണ് വലിയ ആ ഒരു ബോംബ് പിന്നെയും മുത്തശ്ശൻ പൊട്ടിക്കുന്നത്. ആ ഒരു പ്രഖ്യാപനം വന്നു. ഇനി അധികം വൈകത്തേണ്ട, നാളെ തന്നെ ആദർശ് MD കസേര ഏറ്റെടുക്കണം. ആ വാക്കുകൾ ജാനകിയുടെ നെഞ്ചിലേക്ക് ഒരു ഇടുത്തി പോലെയാണ് വന്ന് പതിച്ചത്. അവളുടെ മുഖം വിളറി വെളുത്തു, കണ്ണിൽ അവിശ്വസനീയത നേളിച്ചു. എൻ്റെ മകൻ MD സ്ഥാനം പോവാണോ? ഇല്ല, ഇതെല്ലാം സ്വപ്ന തുല്യമായിരിക്കുമെന്ന് ജാനകി മനസ്സിൽ പ്രാർത്ഥിച്ചു. അനിയെ MD കസേരയിലിരുത്തി ആ അധികാരത്തിൻ്റെ തണലിൽ വീണ്ടും കമ്പനി അടക്കി ഭരിക്കാനുള്ള അവളുടെ മോഹങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തവിട് പൊടിയാവാണ്. ജാനകിയുടെ ശ്വാസഗതി വേഗം തന്നെ അങ്ങ് നിലയിച്ചു നിന്നു. ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവന്തികയുടെ അവസ്ഥ അതിനും ദയനീയമായിരുന്നു. അവൾ നിന്ന നിൽപ്പിൽ തന്നെ വിയർത്തു കുളിച്ചു. MDയുടെ ഭാര്യയായി കമ്പനിയിലേക്ക് കയറുന്നതിന് പകരം ജോലിക്കാരെല്ലാം തന്നെ തൻ്റെ ബഹുമാനത്തോട് നോക്കുന്നതും അവൾ എത്രയോ രാത്രി സ്വപ്നം കണ്ടിരുന്നു. ആഡംബരത്തിൻ്റെ നെറുകയിൽ ഇരിക്കാമെന്ന അവളുടെ മോഹങ്ങൾ വെറുമൊരു മരുപ്പച്ച പോലെയായിരുന്നു എന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരുന്നു. അവളുടെ കണ്ണുകളിൽ നിരാശയും ദേഷ്യവും ഒരുപോലെ മിന്നിമറിഞ്ഞു. സഹിക്കാൻ കഴിയാത്തൊരു സങ്കടം തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ നിസ്സഹായതയോടെ അബിയുടെ മുഖത്തേക്ക് നോക്കി. അബിയും ഈ കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുമായിരുന്നു. അവനായിരിക്കും ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. മുത്തശ്ശൻ അല്പം കൂടി ശബ്ദമുയർത്തി ആദർശിനെ നോക്കി പറഞ്ഞു. ആ വാക്കുകൾ ആദർശിനോടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം പ്രകടമായിരുന്നു. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനി മുന്നോട്ട് വന്നത്. അവൻ്റെ മുഖത്ത് യാതൊരുവിധ സങ്കടവും ഉണ്ടായിരുന്നില്ല. പകരം വല്ലാത്തൊരാശ്വാസമായിരുന്നു. എന്തിനാ മുത്തശ്ശ നാളെ ആക്കുന്നത്? ഇന്ന് തന്നെ ആയിക്കോട്ടെ, അനി വളരെ ആവേശത്തോടെ പറഞ്ഞു. MD സ്ഥാനത്തിന്റെ ഭാരം തലയിൽ നിന്നൊഴിഞ്ഞതിന്റെ സന്തോഷം അവന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. മുത്തശ്ശ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെയെന്ന് ആദർശ് വളരെ ശാന്തമായി ചോദിച്ചു. ഇനി ഇതിൽ ഒന്ന് ആലോചിക്കാനൊന്നുമില്ല ആദർശ്, മുത്തശ്ശൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നാഗേന്ദ്രന്റെ കള്ളക്കളികൾ കണ്ടുപിടിച്ച് നീ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം നിന്റെ ബുദ്ധി എനിക്കറിയാം. ആ നാഗേന്ദ്രനെ ഇത് 2ാം തവണയാണ് അടി കിട്ടിയെന്നത്. അവൻ എന്താണെങ്കിലും ഇത് സഹിച്ച് അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അവൻ തല പൊട്ടി വന്നാലും അവൻ അങ്ങോട്ടേക്ക് വെറുതെ വിടാനൊന്നും ഞാൻ പോകുന്നുമില്ല. മുത്തശ്ശൻ്റെ ഓരോ വാക്കുകളും അവിടെ നിന്ന് ജലജയുടെ ഉള്ളിൽ തീ കോരിയിടുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ ഭയന്നിരുന്നു. നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവൾ നെഞ്ചിരിപ്പ് കൂടി. അവൾ മുഖത്തെ പരിഭ്രമം മറച്ചുവെക്കാൻ പാടുപെട്ടു. ഇതേ സമയം മുറിയിലെ അടച്ചുപൂട്ടിയ അന്തരീക്ഷത്തിൽ അവന്തികയുടെ സങ്കടം പൊട്ടിയൊഴുകി. അവൾ അബിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അബിയേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനും അനിയേട്ടനും തമ്മിലുള്ള വിവാഹം അതെങ്ങാനും മുടങ്ങിപ്പോവോ? എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അബിയേട്ടാ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര സങ്കടമായിരിക്കും. അച്ഛൻ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നെന്നറിയോ? അനിയേട്ടൻ്റെ MD സ്ഥാനം പോയി കഴിയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സങ്കടപ്പെടുന്നത് അച്ഛനായിരിക്കും. അബി കുറച്ചു നേരം ഒന്ന് മൗനമായി നിന്നു. അവളുടെ സങ്കടം വന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ അവളുടെ തോളിൽ കൈവച്ചു. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാവന്തിക. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നീ ഒരിക്കലും അനിയെ വിട്ടുകളയരുത്. എന്താ ബേട്ട ഈ പറയുന്നത്? അവൾ കണ്ണീര് തുടച്ചു ചോദിച്ചു. കാരണം എന്താന്ന് വെച്ചാലേ, ആദർശ് MD സ്ഥാനത്ത് കയറിയാലും ഈ കമ്പനിയുടെ പകുതി കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ഇനി അനിയായിരിക്കും. ആദർശ് എല്ലാറ്റിൻ്റെയും മേൽനോട്ടം വഹിക്കുമ്പോഴും കമ്പനിയുടെ പകുതി അധികാരങ്ങൾ അനിയുടെ കയ്യിൽ തന്നെയായിരിക്കും. അവൻ എന്തായാലും പകുതി സ്വത്തിന് അവകാശമുണ്ട് എന്ന കാര്യം ഉറപ്പാ. അപ്പോൾ ഇത്ര ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നീ ഒരിക്കലും വിട്ടുകളയാൻ നിൽക്കരുത്. അത് വലിയൊരു ബുദ്ധിമോശമായിരിക്കും. അവന്തികയുടെ കണ്ണിൽ പെട്ടെന്ന് തന്നെ ഒരു തിളക്കമുണ്ടായി. അബിയുടെ വാക്കുകൾ അവൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. അങ്ങനെയൊന്നും ഞാൻ അനിയേട്ടനെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല അനിയേട്ടാ. കാരണം അനിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പാവമാവൻ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ അനിയൻ ഇതുവരെ നമ്മുടെ വിവാഹത്തിന് പൂർണ്ണമായിട്ട് അങ്ങ് സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ആദ്യം പോയിട്ട് അച്ഛനെ കാണാം. അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. അബി അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കൂ. അങ്ങനെ അവർ രണ്ടുപേരും ജലജ അറിയാതെ നാഗേന്ദ്രനെ കാണാൻ പുറപ്പെട്ടു. നാഗേന്ദ്രന്റെ ഒളിത്താവളം ഇരുൾ നിറഞ്ഞതായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അവന്തികയുടെ ഉള്ളിലൊരു ഭയം തോന്നി. അവൾ നാഗേന്ദ്രന്റെ മുന്നിലെത്തി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. അനിയുടെ MD സ്ഥാനം പോയി ആദർശം MD ആവുമെന്നതെല്ലാം തന്നെ കേട്ടിട്ട് നാഗേന്ദ്രന്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അയാൾ ശാന്തനായ ഒരു സിഗരറ്റ് തിന്ന് തീ കൊളുത്തി. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ മക്കളെ, നാഗേന്ദ്രൻ പുറത്തേക്ക് പുക വിട്ടുകൊണ്ട് പറഞ്ഞു. ആദർശ് ആ വീട്ടിലേക്ക് തിരികെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അനിയുടെ സ്ഥാനം പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മോളെ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അല്ലച്ചാ, അപ്പോൾ ഇനി അനി
അവന്തിക ചോദിക്കാൻ തുടങ്ങി. നീ വിഷമിക്കാതിരിക്കുമോളെ. നാഗേന്ദ്രൻ അവളുടെ വാക്കുകൾ മുറിച്ചു. ആദർശിനെ ആ സ്ഥാനത്ത് നിന്ന് താഴെയറിയാൻ നിന്നെ കൊണ്ട് സാധിക്കും. അതിന് നീയും മാനിയും തമ്മിലുള്ള ആ ഒരു വിവാഹം നടന്നാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് അനുസരിച്ചാൽ മതി. അത് കേട്ടപ്പോൾ അബിയുടെ മുഖത്ത് വല്ലാത്തൊരാശങ്കയുണ്ടായിരുന്നു. അച്ഛാ, ആദർശ ആ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. ഇത്രയും കാലം അവൻ പുറത്തു നിന്നാ കളിച്ചിരുന്നത്. ഇനി അവൻ അകത്തേക്ക് കയറി കളിക്കാൻ പോവുക. പോരാത്തതിന് മുത്തശ്ശിന്റെ പൂർണ്ണ സപ്പോർട്ടും അവനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരിക്കില്ല. നാഗേന്ദ്രൻ ഉറക്കെ അങ്ങ് ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്ത ക്രൂരതയുണ്ടായിരുന്നു. എനിക്കിതൊക്കെ അറിയാടാ മോനെ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന്. അന്ന് ആ വീട്ടിൽ നിന്റെ മുത്തശ്ശൻ എന്നെ അടിച്ചിറക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും കൈയോടെയാണ് ഞാൻ അവിടെ നിന്നും പടിയിറങ്ങുന്നത്. ഇന്ന് ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ അച്ഛാ, വേറൊരു കാര്യമുണ്ട്. അബിയുടെ ശബ്ദം താഴ്ന്നു. അമ്മ എന്നോട് കർക്കശമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അച്ഛനെ പോയി കാണരുതെന്ന്. അച്ഛനെ കണ്ടെന്നാണ് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ എല്ലാം തീർന്നു. അമ്മ ഞങ്ങളെ ആ വീട്ടിൽ നിന്നും വേണമെങ്കിലും അടിച്ചിറക്കി വിടും. അച്ഛനോട് അമ്മക്ക് അത്രമാത്രം ദേഷ്യമാണ്. നാഗേന്ദ്രന്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. എടാ മോനെ, നിന്റെ അമ്മയുടെ സ്വഭാവം ഈ ലോകത്ത് എല്ലാവരെക്കാളും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാ ഞാൻ. അവൾക്ക് വേണ്ടി എൻ്റെ സ്വന്തം ജീവിതം ഹോമിച്ചവനാ ഞാൻ. എന്നിട്ടാ അവൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ ഉള്ളിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്തിക ഇടയ്ക്ക് കയറി ചോദിച്ചു. കാര്യമൊക്കെ ശരിയായിരിക്കും അച്ഛാ, പക്ഷേ അമ്മയ്ക്ക് എന്താ അച്ഛനോട് ഇത്ര ദേഷ്യം? അച്ഛനോട് മിണ്ടാൻ പോലും പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെയാണോ? അമ്മ ഇതെല്ലാം തന്നെ അറിഞ്ഞിരുന്നത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അമ്മ തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ. നാഗേന്ദ്രൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവളെ എനിക്ക് നന്നായിട്ടറിയാം. അന്ന് ആ മൂർത്തി എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന സമയത്തിന് എന്നെ തള്ളിക്കളഞ്ഞവളാ അവള്. അന്ന് എനിക്ക് പണവും പ്രതാപവും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ അവളെന്നെ ഉപേക്ഷിച്ചത്. പക്ഷേ ഇന്ന് എൻ്റെ സ്ഥിതി അങ്ങനെയൊന്നുമല്ലല്ലോ. ഇനി അമ്മ അച്ഛനെ കാണാനെങ്ങാനും വരുമോ? അബി ചോദിച്ചു. നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വരെ തെറ്റിച്ചില്ല. നാഗേന്ദ്രന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ ജ്വാലകൾ എരിയുന്നുണ്ടായിരുന്നു. അതേസമയം തറവാട്ടിൽ ആദർശ് നായനെ ദേവേന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ദേവേന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അവൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തായാലും കൊള്ളാട്ടോ നിങ്ങൾ രണ്ടുപേരും, ദേവയാനി കണ്ണുനീര് തുളിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നലെ ഒരു ഫോൺ വിളിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നതിനെക്കുറിച്ച്. എൻ്റെ നെഞ്ചൊന്നങ്ങ് കാളിപ്പോയി നിങ്ങളെ കണ്ടപ്പോൾ. നയന ചിരിച്ചുകൊണ്ട് ദേവയുടെ കൈകൾ പിടിച്ചു. അത് പിന്നമ്മേ, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ചെറിയ സർപ്രൈസ് ഒന്നുമല്ല മോളെ, നല്ല വലിയൊരു ഒന്നാന്തരം സർപ്രൈസ് ആയിപ്പോയി. ദേവയാനി ആദർശിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ നിന്റെ മുത്തശ്ശനോടൊപ്പം ചേർന്ന് നീ ഞങ്ങളെ പറ്റിപ്പോയെന്നല്ലേ ആദർശ്? അത് പിന്നമ്മേ, ആദർശ് ചിരിയോടെ പറഞ്ഞു. കുറച്ചു നാൾ മുൻപ് മാത്രമേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. മുത്തശ്ശൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പിന്നെ ആരോടും മുത്തശ്ശൻ ഇത് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അമ്മയോട് പോലും പറയാതിരുന്നത്. സാരമില്ല മോനെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. ഇത്രയും കാലം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു നിങ്ങളുടെ കാര്യം ഓർത്തിട്ട്. ഇന്നൊരു VIP ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞതാ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ. പക്ഷേ അപ്പോഴും അച്ഛൻ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ സന്തോഷത്തിന് അതിരായിരുന്നു. അതേ അമ്മേ, മുത്തശ്ശൻ്റെ സ്വഭാവം അമ്മ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലേ? ഇത്രയും കാലമായില്ലേ അമ്മ ഈ വീട്ടിൽ വന്നിട്ട്? ആദർശ് ചോദിച്ചു. അത് ശരിയാ മോനെ, ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. അച്ഛൻ്റെ മനസ്സിലെ സ്നേഹം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. ദേവയാനി സ്നേഹത്തോടെ ആദർശിൻ്റെ തലയിൽ ഇങ്ങനെ തലോടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദർശ് മുത്തശ്ശിൻ്റെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശൻ വളരെ ഗൗരവത്തിലായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു അദ്ദേഹം. ആദർശ് വന്നതറിഞ്ഞ് തിരിഞ്ഞു നിന്നു. എന്താണെങ്കിലും നീ ഇവിടെ വന്നു കയറിയ കാര്യങ്ങളൊക്കെ ആ നാഗേന്ദ്രൻ അറിഞ്ഞു കാണും. മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങി. അയാൾക്ക് 2 വട്ടമല്ലേ തോൽവി സംഭവിച്ചിരിക്കുന്നത്. അയാൾ ഇനി ഒരിക്കലും അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലും തന്ത്രമായിട്ട് അവൻ വീണ്ടും വരും. നീ വളരെ ശ്രദ്ധിക്കണം ആദർശ്. ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല മുത്തശ്ശ, ആദർശ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവൻ എന്ത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിച്ചോട്ടെ, അവനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. നിന്റെ ധൈര്യം എനിക്കിഷ്ടമാ ആദർശ്. പക്ഷേ അത് മാത്രമല്ല വിഷയം. അയാൾ എങ്ങനെ ഇവിടെ വരെ എത്തിയതെന്ന് നിനക്കറിയാലോ. സ്വർണ്ണക്കടത്തും മറ്റും കള്ളക്കടത്തൊക്കെ ആയിട്ട് വളർന്നു വന്നവനാ അവൻ. അവൻ്റേത് നേരായ വഴിയല്ല. നമ്മളെ പോലെയല്ല അവൻ. നമ്മൾ നേരെ പോകുന്നുള്ള രീതിയിലാണ് ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ വേണം. സത്യത്തിൻ്റെ വഴിയിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മുത്തശ്ശ? ഞാൻ ഒരിക്കലും നമ്മുടെ തത്വങ്ങൾ ലംഘിക്കില്ല, ആദർശ് ഉറപ്പ് കൊടുത്തു. എടാ മോനെ, നീ MD കസേരയിൽ കഴിഞ്ഞാലും എനിക്ക് ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടതായിട്ട് വരും. കാരണം നീ പറയുന്ന ജ്വല്ലറിക്കാരൻ അവനാണല്ലോ ഇപ്പോൾ അവിടുത്തെ MD എന്ന് മനസ്സിലാക്കിയല്ലോ. ഏത് വിധേനയാണെങ്കിലും നമ്മൾ തകർക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം പ്രതിരോധിച്ചു കൊണ്ടിരിക്കണം. അതുമാത്രമല്ല, ഈ പറയുന്ന അബിയൊക്കെ അയാളുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടെന്നാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ രഹസ്യമായി അന്വേഷിച്ചറിയണം.
ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശൻ അതൊന്നും ഓർത്ത് വ്യാകുലപ്പെടണ്ട. ആദർശ് പറഞ്ഞു. ആ പിന്നെ മോനെ, വേറൊരു കാര്യം, ഇത്രയും പെട്ടെന്ന് തന്നെ അനിയുടെയും അവന്തികയുടെയും എൻഗേജ്മെൻറ്റോ വിവാഹം കൂടി നടത്തണം. അത് നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. മുത്തശ്ശനൊന്ന് നെടുവീർപ്പിട്ടു. അതിന് അനി ഇതുവരെയായിട്ടും സമ്മതിച്ചിട്ടില്ലല്ലോ മുത്തശ്ശ, ആദർശ് പറഞ്ഞു. അവൻ്റെ സമ്മതം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല ആദർശ്. അതൊക്കെ നമ്മൾ വേണ്ടതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. നീ അവനോട് സംസാരിക്കണം. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഞാൻ സംസാരിക്കാം മുത്തശ്ശ, ആദർശ് തല കുലുക്കി. അങ്ങനെ അന്ന് വൈകുന്നേരം വളരെ സന്തോഷത്തിലായിരുന്നു. അവൻ്റെ മുഖത്ത് ചിരിയൊന്നും മാഞ്ഞിരുന്നില്ല. അനി വേഗത്തിൽ തന്നെ നന്ദുവിനെ കാണാൻ വേണ്ടി പോയി. ഒരു ചെറിയ പാലത്തിന് താഴെ കാറ്റ് വീശുന്ന ആ ഒരു സായാഹ്നത്തിൽ നന്ദു അവനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനി ഓടിച്ചെന്ന് അവളുടെ കൈകൾ പിടിച്ചു. നന്ദു, എനിക്കെന്താ പറയാനുള്ളത് നിനക്കറിയാമോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ അനി പറയാനുള്ളത്? മുഖത്തൊരു വല്ലാത്ത സന്തോഷം. പിന്നെ സന്തോഷിക്കാതിരിക്കോ? ആദർശേട്ടന് നയനെടുത്തി വീട്ടിലേക്ക് തിരികെ വന്നു. മുത്തശ്ശൻ ആദർശേട്ടനെ വീണ്ടും എം ഡി ആക്കാൻ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ നന്ദുവിന് വല്ലാത്തൊരു അത്ഭുതമായി. അവളുടെ കണ്ണുകൾ വിടർന്നു. സത്യമാണോ അനി നീ പറയുന്നത്? പിന്നല്ലാതെ, അതെൻ്റെ മുത്തശ്ശൻ്റെ ഒരു തന്ത്രമാണടി. ഇതെല്ലാം മുത്തശ്ശൻ മുൻകൂട്ടി കണ്ടിരുന്നു. നന്ദുവിന് അത് കേട്ടപ്പോൾ വലിയ ആശ്വാസമായി. അവൾ ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുത്തു. ദൈവമേ, ഇപ്പോഴെനിക്ക് ശരിക്കും ഒന്ന് സമാധാനമായത്. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ. അതൊന്നും പേടിക്കേണ്ട, ആദർശേട്ടൻ എല്ലാം നോക്കിക്കോളും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് നന്ദു. അനിയുടെ മുഖത്തെ ചിരി പെട്ടെന്നങ്ങ് മാഞ്ഞു. അവൻ്റെ ശബ്ദം ഗൗരവമുള്ളതായി. എന്താ പ്രശ്നം? നന്ദുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അതെ, എൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് എല്ലാവരും കൂടി ഒരുങ്ങിയിരിക്കുവാണ്. ആ അവന്തികയുമായിട്ടാ എൻഗേജ്മെൻറ്റ്. ഒരു കാരണവശാലും ഞാനത് നടക്കാൻ സമ്മതിക്കില്ല നന്ദു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കിനി ആ വീട്ടിലൊരു സ്ഥാനവുമില്ല. എം ഡി കസേരയിൽ ആദർശ് കയറിയിരുന്നോളും. എല്ലാം ഏട്ടൻ നോക്കിക്കോളും. ഇനി എല്ലാവരുടെയും കൂടെ എൻ്റെ വിവാഹം അവന്തികയുമായിട്ട് നടക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും. എന്ത് ചെയ്യും? നന്ദു ഭയത്തോട് ചോദിച്ചു. നിന്നെയും വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നങ്ങ് പോവും, അനി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എങ്ങോട്ടേക്ക്? നന്ദു ഞെട്ടലോട് ചോദിച്ചപ്പോൾ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എവിടേക്കാണെങ്കിലും, ഈ ലോകത്ത് എവിടേക്കാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ നന്ദു. അനി, അങ്ങനെയൊന്നും പറയരുത്. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛനെയും അമ്മയും ധിക്കരിച്ച് എനിക്കതിനൊന്നും കഴിയില്ല അനി. എടാ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ എനിക്ക് എന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. നിനക്കറിയാലോ, അവസാനം എനിക്ക് അവന്തികയുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടേണ്ടി വരും. ഞാൻ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഉറപ്പായിട്ടും അവളുടെ കൂടെ എൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തും. പക്ഷേ ആ എൻഗേജ്മെൻറ്റ് ദിവസം ഞാൻ അവിടെ കാണത്തില്ല. ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന്. നീ എന്നെ സഹായിക്കാതെ പറ്റില്ല നന്ദു. നന്ദുവിന് ആകപ്പാടെ വല്ലാത്ത ടെൻഷനായി. ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെയൊക്കെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ല. അനി, നീ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മൾ എങ്ങനെയാ പോകുന്നത്? എനിക്കെന്തോ ഭയങ്കര പേടിയാവുന്നു. ഏയ്, അങ്ങനെയൊന്നും പറയരുത് നന്ദു. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ? ഇനിയും എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാനൊന്നും പറ്റില്ല, അനി ദേഷ്യത്തോട് പറഞ്ഞു. അല്ല അനി, അനാമികമായിട്ടുള്ള ഡിവോഴ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവൾക്ക് വാക്ക് കിട്ടാതെ ഇങ്ങനെ പരിങ്ങി. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളും നന്ദു. എന്താണെങ്കിലും ആ അവന്തികയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാനത് സമ്മതിക്കില്ല, അനി അവൾക്ക് ഉറപ്പ് കൊടുത്തു. നന്ദുവിൻ്റെ മനസ്സ് വല്ലാതെ കലുഷിതമായിരുന്നു. നാളെ എന്താകും, എങ്ങനെയാകുമെന്നൊക്കെ ചിന്തകൾ അവളുടെ ഉറക്കം കെടുത്തുന്നത് പോലെ തോന്നി. ഒരു വശത്ത് തൻ്റെ സ്വന്തം കുടുംബം, മറുവശത്ത് തൻ്റെ പ്രാണനായി താൻ സ്നേഹിക്കുന്ന അനി. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു നന്ദു. ഇതേസമയം അനന്തപുരി തറവാട്ടിലെ അന്തരീക്ഷം കൂടുതൽ മ്ലാനമായിരുന്നു. ജാനകി തൻ്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഉറക്കം അവളുടെ കണ്ണുകളിൽ നിന്നും പണ്ടേ അകന്നു പോയിരുന്നു. മനസ്സിൽ മുഴുവൻ അനിയെക്കുറിച്ചും പോയ എം ഡി സ്ഥാനത്തെക്കുറിച്ചും മാത്രമായിരുന്നു ജാനകിയുടെ ചിന്ത. ആ സമയത്താണ് ജലജപതിയെ വാതിൽ തുറന്നു വരുന്നത്. ജലജയുടെ ചുണ്ടിൽ ഒരു വക്രമായ ചിരി വിരിഞ്ഞു. ജാനകിയുടെ മനസ്സിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് ഇതിൽ നല്ലൊരു അവസരം വേറെ ഇല്ലാന്ന് ജലജയ്ക്ക് മനസ്സിലായി. എന്താ ജാനകി, ഉറങ്ങാൻ കഴിയുന്നില്ലേ? ജലജ മനസ്താപം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ജാനകി രൂക്ഷമായി അവളെ നിന്ന് നോക്കി. എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും ജലജെ? എൻ്റെ മോൻ്റെ ജീവിതം നശിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്കെങ്ങനെ ശാന്തമായി ഉറങ്ങാൻ പറ്റും? എന്നാലും ജാനകി, ആദർശ നയനയും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കാല് വാരിയത് കണ്ടോ? ഒറ്റ നിമിഷം കൊണ്ടല്ലേ നിന്റെ മോനെ പിടിച്ചങ്ങ് താഴേക്ക് ഇറക്കിയത്. എനിക്കിതൊക്കെ അപ്പോഴേ അറിയാമായിരുന്നു. ഇപ്പോൾ നിന്റെ മോന് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ ജാനകി? കണ്ടില്ലേ, ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങ് പോയത്, ജലജ വിഷം കലർത്തുന്ന വാക്കുകളോട് ചോദിച്ചു. ജാനകി പല്ലെറുമ്പി. എനിക്കറിയാം ജലജ, ഇതൊക്കെ മിക്കവാറും ആ ഏട്ടത്തിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പ്ലാനായിരിക്കും. അവരാ അച്ഛൻ്റെ മനസ്സ് മാറ്റിയത്. ആദർശ് തിരികെ വന്നപ്പോൾ അച്ഛൻ അനിയെ വേണ്ടാതായി. അതെ, ഞാൻ നേരത്തെ നിന്നോട് പലതവണ പറഞ്ഞിരുന്നല്ലോ ജാനകി. അപ്പോഴൊക്കെ നിനക്ക് ഏട്ടത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ മഹാറാണി. ഇപ്പം എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടാതെയും പറയാതെയും ഇരുന്നിട്ട് സ്വന്തം മോനിക്ക് വേണ്ടിയിട്ട് ഏട്ടത്തി കളിച്ച കളി കണ്ടില്ലേ? നിന്നെയും നിന്റെ മോനെയും അവർ കരുവാക്കുമായിരുന്നു.
ജലജയുടെ ഓരോ വാക്കുകളും ജാനകിയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. ജാനകിയുടെ കണ്ണുകൾ ചുവന്നു. ശ്വാസമെടുക്കാനും അവൾ ബുദ്ധിമുട്ടി. ഇനിയിപ്പോൾ നീ ഒട്ടും സമയം കളയാൻ പാടില്ല ജാനകി. ജലജ വീണ്ടും അടുത്തു ചെന്നുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുടെയും അനികയുടെയും എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തണം. ഇതുകൂടി നീട്ടിക്കൊണ്ടുപോയാൽ പാടില്ല. കാരണം എന്താണെന്നറിയോ, നയന തിരികെ വന്നിട്ടുണ്ട്. അവൾ മിക്കവാറും ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവളുടെ അനുജത്തിയുണ്ടല്ലോ ആ നന്ദു, അവളെയും അനിയും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ തീർച്ചയായിട്ടും ശ്രമിക്കും. അതൊരിക്കലും പാടില്ല. അത് സംഭവിച്ചാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ വല്ല വിലയും ഉണ്ടാവോ? നന്ദുവിൻ്റെ പേര് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. അവൾ ദേഷ്യം കൊണ്ട് വെച്ചു. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ നന്ദു ഈ വീട്ടിലേക്ക് വരില്ല. അനിയുടെ ഭാര്യയായിട്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് അവൾ കയറി വരില്ല ജലജെ, ജാനകി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ പക ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ജാനകി ആരാണെന്ന്. എൻ്റെ മോൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവന്തിക തന്നെയായിരിക്കും എൻ്റെ മരുമോളെന്ന് ഞാൻ നടത്തിയിരിക്കും. ജലജയുടെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി പടർന്നു. താൻ വിതച്ച വിഷവിത്തുകൾ ജാനകിയുടെ മനസ്സിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ വീട്ടിൽ കൊടുങ്കാറ്റ് നിറഞ്ഞത് തന്നെയായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആദർശി എം ഡി സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി തന്നെ തൻ്റെ മകളുടെ ജീവിതം സേഫാക്കാൻ വേണ്ടി തന്നെയായിരിക്കും കേട്ടോ ജലജ ജാനകിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറക്കുന്നത്. ജാനകി ഏതായാലും അത് അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.